ഓർമ്മ വെച്ച ശേഷം നമ്മൾ ഒന്നിച്ചാഘോഷിക്കുന്ന 10ാമത്തെ വിഷുവാണിത്. അതിന് സാക്ഷിയായി ഈ ആമ്പൽക്കുളം. നമ്മുടെ പ്രണയത്തിൽ അസൂയ പൂണ്ട ഈ ആമ്പൽക്കുളം നിന്നെ തനിച്ചാക്കാൻ ഒരു ശ്രമം നടത്തിയപ്പോൾ സധൈര്യം എന്റെ ജീവൻ തിരിച്ചു പിടിച്ച സുന്ദരി കുട്ടിയാണ് നീ. അങ്ങനെ പറയാൻ തുടങ്ങിയാൽ എന്നിട്ടും ഈ അമ്പൽക്കുളത്തിന്റെ കരയിൽ എന്നെ തനിച്ചാക്കി പോവാനല്ലേ ഇപ്പോഴത്തെ തീരുമാനം? അത് കേട്ടപ്പോ മുതൽ എന്റെ മനസ്സിനൊരു സ്വസ്ഥതയില്ല. ഇനി ഇതുപോലൊരു വിഷുവിന് ഞാൻ എത്ര കാലം കാത്തിരിക്കണം? അടുത്ത ഒരു വിഷു മാത്രം നീ ഒന്ന് സഹിക്കണം. പിന്നത്തെ വിഷുവിന് നിന്നെ ഞാൻ പൊന്നിൽ കുളിപ്പിച്ച് പട്ടിൽ പൊതിഞ്ഞ് ഒരു കണിക്കുന്ന മരം പോലെ സ്വന്തമാക്കില്ലേ? ആ ഒരൊറ്റ സൗഭാഗ്യത്തിന് വേണ്ടിയല്ലേ എന്റെ യാത്ര തന്നെ. സൗദിയിൽ അമ്മാവൻ സ്വാധീനം ഉപയോഗിച്ച് തട്ടിയെടുത്തൊരു വിസയാണിത്. 10,000 സൗദി റിയാൽ ശമ്പളം എന്നൊക്കെ പറഞ്ഞാൽ ഉറുപ്പി എത്രയാണെന്നറിയാം തനിക്ക്? അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു നമുക്ക്. ഈ കുടക്കിടക്കനായരുടെ വീട്ടിലെ നിന്റെ ഈ അടുക്കളപ്പണിയൊക്കെ ഒന്ന് അവസാനിപ്പിക്കാനല്ലേ മോളെ ഞാനീ പോകുന്നത്. അമ്മാവനോട് കുടുംബസമയം താമസമാണെന്നും സുന്ദരിയായ മോളുണ്ടെന്നൊക്കെ ശാരദ പറഞ്ഞു. വലിയ ജോലിയൊക്കെ ശരിയാക്കി മരുമകനെ അങ്ങോട്ട് ക്ഷണിക്കുമ്പോ അമ്മാവനും കാണുമല്ലോ ചില കിനാവുകളൊക്കെ. വിഷുവിന്റെ നോമ്പ് നോറ്റ് ആമ്പൽക്കുളക്കരയിൽ സ്വപ്നം കണ്ട് കാത്തിരിക്കുന്ന ഈ പൊട്ടിപ്പെണ്ണ് തനിച്ചാവൂന്ന് എന്റെ പേടി. അപ്പൊ നീ എന്നെ അങ്ങനെ കരുതിയിരിക്കുന്നത്? ഈ ഇരിക്കുന്ന പെണ്ണിനേക്കാൾ സുന്ദരിയായിട്ട് ഭൂമിയിൽ വേറൊരു പെണ്ണുണ്ട് എനിക്ക് തോന്നിയിട്ടില്ല. പിന്നൊരു കാര്യം, സുന്ദരികളെ തെരഞ്ഞു പിടിക്കാനെന്നുള്ളത് ഞാൻ പോകുന്നത്. നമുക്കൊരു കൊച്ചു ജീവിതം ഉണ്ടാക്കാൻ ചിക്കിളി വേണ്ട പെണ്ണെ. അടുത്ത വിഷു എന്നല്ലേ പറഞ്ഞത്? അപ്പൊ 2 കൊല്ലം കൂടുമ്പോഴേ ലീവ് കിട്ടുമെന്ന് അർത്ഥം. എന്നിട്ടും വരാൻ വൈകിയണ്ടല്ലോ. 2 കൈയും കൂട്ടിക്കെട്ടി ഞാൻ ഈ അമ്പൽക്കുളത്തേക്ക് എടുത്തൊരു ചാട്ടം കൊടുക്കും. അതിനു മുൻപ് ഈ ശിവൻ നിന്റെ കഴുത്തിലൊരു ചരട് കെട്ടിയിരിക്കും. മഞ്ഞ ചരടിൽ ഒരാലിന്റെ താലി. വിവാഹം സ്വർഗത്തിൽ വെച്ച് തീരുമാനിക്കപ്പെട്ടതാണെന്നല്ലേ വിവരമുള്ളവർ പറയുന്നത്. എന്നെയും നിന്നെയും അവിടുത്തെ രജിസ്റ്ററിൽ ഒപ്പിടിച്ചിട്ടാ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അതിന് വല്ല മാറ്റവും വരണമെങ്കിൽ